ഗൈസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും ചേട്ടനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നിവിടെ പറയുന്നത് റെസിഡൻസി വിസ അല്ലെങ്കിൽ PR ഉള്ളവരുടെ പാർട്ട്ണറെ എങ്ങനെ ന്യൂസിലൻഡിൽ കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഏത് വിസയിൽ കൊണ്ടുവരാം, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ ഞാൻ പറയുന്നത്. ആദ്യം തന്നെ വിസിറ്റിംഗ് വിസയിലാണ് നമ്മൾ വരുന്നത്. വിസിറ്റിംഗ് വിസയിൽ വന്ന് 3 മാസം ഒരുമിച്ച് ന്യൂസിലൻഡിൽ താമസിച്ച് കഴിഞ്ഞാൽ നമുക്കത് വർക്ക് വിസയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് 1 കൊല്ലം ന്യൂസിലൻഡിൽ താമസിച്ച് കഴിഞ്ഞാൽ ആ വർക്ക് വിസ റെസിഡൻസ് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ തൊട്ട് ഒക്ടോബർ 1 തൊട്ട് ആ വിസിറ്റിംഗ് വിസ നമുക്ക് 3 കൊല്ലത്തേക്ക് വർക്ക് വിസ ആക്കാം. 3 കൊല്ലം നമുക്ക് കിട്ടും. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് വിസ 3 കൊല്ലത്തേക്ക് കിട്ടും. ഇങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ നമ്മൾ വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ പാർട്ട്ണറെ സ്പോൺസർ ചെയ്യാണ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ സ്പോൺസർ ചെയ്തിട്ടാണ് വിസിറ്റിംഗ് വിസയിൽ ഞാനിവിടെ എത്തുന്നത്. അപ്പോൾ അത് സ്പോൺസർ ചെയ്യുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള റിലേഷൻഷിപ്പ് കാണിക്കാനായിട്ടുള്ള ഫസ്റ്റ് ഡോക്യുമെൻ്റ് അതാണ്. സ്ട്രോങ് റിലേഷൻഷിപ്പ് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് ടൈം ലൈൻ ആണ് ഇവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത്. സ്ട്രോങ് റിലേഷൻഷിപ്പ് കാണിക്കുന്ന ടൈം ലൈൻ. അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്തത് എന്നാണോ അന്ന് തൊട്ടുള്ള എല്ലാ പിക്കുകളും, ഫസ്റ്റ് മീറ്റ് ചെയ്ത പിക്ക്, അത് നമ്മളിങ്ങനെ സൈഡിൽ ഏത് പിക്ക് കൊടുത്താലും സൈഡിൽ ഇങ്ങനെ അതിനെ പറ്റി ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഞങ്ങൾ ഫസ്റ്റ് ഇന്ന സ്ഥലത്ത് പോയി, ഞങ്ങൾ മീറ്റ് ചെയ്തു, അങ്ങനെയൊക്കെ. പിന്നെ ഫിക്സേഷൻ സെറമണി ഉണ്ടെങ്കിൽ അത്, എൻഗേജ്മെൻറ്റിൻ്റെ, സേവ് ദി ഡേറ്റിൻ്റെ, വെഡ്ഡിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിക്സ് എന്ന് പറയുന്നത് ഇവരുടെ കൾച്ചർ പ്രകാരം റിംഗ് എക്സ്ചേഞ്ച് ആണ് ഇവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ആ പിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ താലി കെട്ടുന്നത്, അത് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിലായതുകൊണ്ട് അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് ഹണിമൂൺ പോയ പിക്സ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഹണിമൂണിന് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക, ടിക്കറ്റ്, ഇപ്പോൾ ഫ്ലൈറ്റിൻ്റെ ആണെങ്കിൽ ടിക്കറ്റിൻ്റെത്, അല്ലെങ്കിൽ റൂം ബുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ബില്ല് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡ് ഇപ്പോൾ ന്യൂസിലൻഡിലെത്തി. അത് കഴിഞ്ഞ് ന്യൂസിലൻഡിൽ എത്തുമ്പോൾ ആളെ യാത്രയാക്കുന്ന എയർപോർട്ടിലുള്ള പിക്ക്, എല്ലാവരും കൂടി നിൽക്കുന്ന എയർപോർട്ടിലുള്ള പിക്കും, എന്നിട്ട് അടിയിൽ ഇങ്ങനെ എഴുതി ഇന്ന ദിവസം ചേട്ടൻ പോയി എന്നുള്ളത് കാണിക്കുക. അത് കഴിഞ്ഞ് പിന്നെ വീഡിയോ കോൾ ചെയ്യും. ന്യൂസിലൻഡിൽ നിന്ന് അങ്ങനെ നാട്ടിൽ നിന്നുള്ള വീഡിയോ കോൾ, അതും ഇൻക്ലൂഡ് ചെയ്യുക. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ചിലപ്പോൾ ഗിഫ്റ്റുകൾ അയക്കും. ന്യൂസിലൻഡിൽ നിന്ന് ബർത്ത്ഡേ ആയിക്കോട്ടെ, ക്രിസ്മസ്, എന്തിനെങ്കിലും ഗിഫ്റ്റുകൾ അയക്കുന്നത് അതും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ്, അതായത് ഇത് അപ്ലൈ ചെയ്യുന്ന ന്യൂസിലൻഡിൽ ഹസ്ബൻഡ് എത്തി അപ്ലൈ ചെയ്യുന്ന ആ ഡേറ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങൾ തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും ആ സ്ട്രോങ് റിലേഷൻഷിപ്പ് ടൈം ലൈനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇതാണ് ഫസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്. കഴിഞ്ഞാൽ പിന്നെ സപ്പോർട്ട് ലെറ്റർ ആണ്, അല്ലെങ്കിൽ പാരൻസിൻ്റെയോ നൈബേഴ്സിൻ്റെയോ സപ്പോർട്ട് ലെറ്റർ. ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ എഴുതുന്ന ലെറ്റർ, ഇങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ, ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിലാണ് ഇവർ നിൽക്കുന്നത്, ഈ വൈഫ്, ഇങ്ങനെ മോൻ്റെ വൈഫ് നിൽക്കുന്നത്. അവർ തമ്മിൽ എന്നും വീഡിയോ കോൾ വിളിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വിസ അനുവദിച്ച് കൊടുക്കണം എന്നുള്ളതിൻ്റെ പ്രൂഫും. പിന്നെ വിസിറ്റിംഗ് വിസയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിസിറ്റിംഗ് വിസ എടുക്കുന്നവർക്ക് റിട്ടേൺ ടിക്കറ്റ് എടുത്ത് കാണിക്കണം. അതിൻ്റെ റീസൺ, തിരിച്ചു വരും എന്നുള്ളതിൻ്റെ റീസണും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയും കൂടി എഴുതുക. പാരൻസ് വയസ്സായതാണ്, അപ്പോൾ അവരെന്തായാലും നോക്കാനായിട്ട് തിരിച്ചു വരും എന്നുള്ളതും കൂടി ജസ്റ്റ് ഒന്ന് പ്രൂഫായിട്ട് കൊടുക്കുക, ആ ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നൈബേഴ്സിൻ്റെ ലെറ്റർ എന്ന് പറയുന്നതും, ഇപ്പോൾ ഈ ആരുടെയൊക്കെ ലെറ്റർ ഉണ്ടോ അവരുടെ ആധാർ കാർഡും കൂടി അതിന് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു പ്രൂഫായി അത്. അപ്പോൾ നൈബേഴ്സും ഇതുപോലെ തന്നെ ഞങ്ങൾ ഇവരുടെ കല്യാണം കൂടിയിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ വീട്ടിലേക്ക് ഇവർ വിരുന്നായിട്ട് വന്നിരുന്നു, ഇവർ തമ്മിൽ സ്ട്രോങ് റിലേഷൻ ആയിരുന്നു, ഇവർ പോണേക്കാളും മുൻപ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഇവരുടെ ഇവരുടെ വീട്ടിൽ തന്നെയായിരുന്നു നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഉള്ളൊരു ലെറ്റർ, സപ്പോർട്ടിംഗ് ലെറ്ററായിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെയുള്ളത് സ്ക്രീൻഷോട്ട് ആവും. ഇപ്പോൾ ചാറ്റിൻ്റെയും വീഡിയോ കോൾസിൻ്റെ ഒക്കെ കോൾ ഹിസ്റ്ററിയുടെ ഒക്കെ സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പോൾ ചാറ്റിൻ്റെ ഞാൻ ചെയ്തത് വാട്സപ്പ് ചാറ്റ്, എക്സ്പോർട്ട് ചാറ്റ് ഉണ്ടാവുമല്ലോ, അത് ഒരു PDF ആയിട്ട് നമുക്ക് കിട്ടും, നമ്മുടെ ചാറ്റ് ഇത് കിട്ടും. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ അത് മംഗ്ലീഷ് ആയതുകൊണ്ട് അവർക്കൊന്നും മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അത് അങ്ങനെ തന്നെ കൊടുത്താൽ മതി. പിന്നെ കോൾ ഹിസ്റ്ററി ആണെങ്കിൽ തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടി വയ്ക്കുക. പിന്നെയുള്ളത് മാരേജ് സർട്ടിഫിക്കറ്റ്. പിന്നെ ഇപ്പോൾ മാട്രിമോണിന്നാണെങ്കിൽ ഇപ്പോൾ ഞാൻ ചാവറ മാട്രിമോണി അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി, അത് ഇങ്ങനെ കൺസേൺ ഒരു ലെറ്റർ തരാൻ പറഞ്ഞതിന് അവരത് തരും. അപ്പോൾ ചാവറ ഇപ്പോൾ മാട്രിമോണിന്നാണെങ്കിൽ അവർ ഇങ്ങനെ ഞങ്ങളുടെ രണ്ട് ഹസ്ബൻഡിൻ്റെയും
ഞങ്ങളുടെ രണ്ടാളുടെ പേര് എഴുതിയിട്ട് ഇങ്ങനെ കല്യാണം കഴിഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് തരും. അതും പിന്നെ പള്ളിയിൽ നിന്നുള്ള ഒരു ലെറ്റർ കിട്ടും, അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെയുള്ളത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും സേവ് ദി ഡേറ്റ് തൊട്ട് അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് തൊട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ സ്ക്രീൻഷോട്ടും വെക്കുക, കാരണം അതൊരു ഭയങ്കര നല്ലൊരു പ്രൂഫാണ്. കാരണം നമ്മുടെ പാരൻസ് അല്ല എല്ലാവരും റിലേറ്റീവ്സോ ഫ്രണ്ട്സും എല്ലാവരും ലൈക്ക് ചെയ്തിട്ടുള്ള ഒരു ഇത് കാണുമല്ലോ. സോഷ്യൽ മീഡിയ എല്ലാവരും ഉള്ള ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അത് കാണും. അപ്പോൾ അതൊരു പ്രൂഫാണ്. പിന്നെയുള്ളത് ഇപ്പം പാർട്ട്ണറിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പോൾ FD ഇട്ടിട്ടുണ്ടാവും, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെക്കാൻ നോക്കുക. അതൊരു പ്രൂഫ്, കാരണം ഇവിടെ നാട്ടിൽ കാശുണ്ട് എന്നുള്ളത് കാണിക്കാനുള്ളൊരു പ്രൂഫാണത്. പിന്നെ ഈ ഇപ്പോൾ പാസ്പോർട്ടിൽ ഹസ്ബൻഡിൻ്റെ പേരും ഹസ്ബൻഡിൻ്റെ അഡ്രസ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതൊരു വലിയൊരു പ്രൂഫാണ് അവർക്ക്. ഹസ്ബൻഡിൻ്റെ അത് വെച്ചാൽ തന്നെ അവർ പിന്നെ അധികം ഇതൊന്നും ചോദിക്കില്ല പ്രൂഫുകൾ. അപ്പോൾ അത് മെയിനായിട്ട് വെക്കാൻ നോക്കുക. അപ്പോൾ ഈ പാസ്പോർട്ട് അങ്ങനെ ഹസ്ബൻഡിൻ്റെ ഇത് വെക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെ അഡ്രസ്സിലേക്കാണല്ലോ ഈ പാസ്പോർട്ട് വരിക, പോസ്റ്റ് വഴി അയക്കുമ്പോൾ അത് വരിക. അപ്പോൾ അതിൻ്റെ ആ സ്ക്രീൻഷോട്ടും കൂടി വെക്കണം. അതായത് സെയിം അഡ്രസ്സിൽ പോസ്റ്റ് വന്നു എന്നുള്ളത് കാണിക്കാനായിട്ടുള്ളൊരു പ്രൂഫാണ് അത്. പിന്നെയുള്ളത് ഹസ്ബൻഡിൻ്റെ ടിക്കറ്റ്, ന്യൂസിലൻഡിലേക്ക് വരുന്ന ടിക്കറ്റും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക. കാരണം അതൊരു പ്രൂഫാണ്, ഇന്ന ദിവസം അവരെത്തി എന്നുള്ളത് കാണിക്കാനായിട്ടുള്ള ഒരു പ്രൂഫാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വെക്കേണ്ടത്. നമ്മുടെ മാക്സിമം എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ പ്രൈവറ്റ് ഇൻഫർമേഷൻ പകുതി നമ്മൾ കൊടുക്കേണ്ടി വരും, പക്ഷെ അത് അവരുടെ കയ്യിൽ അത് സേഫായിട്ടിരിക്കും, അത് എങ്ങോട്ടും പോവില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് ചോദിക്കാതിരിക്കാത്തക്ക വിധം നമ്മളെല്ലാതും കൊടുക്കണം, എന്നാലേ അവർ റിജക്റ്റ് ചെയ്യാതിരിക്കുകയുള്ളൂ. എല്ലാ ഡോക്യുമെൻറ്റ്സും കൊടുത്തു കഴിഞ്ഞാൽ അവരത് റിജക്റ്റ് ചെയ്യാതെ ശ്രമിക്കും. ഇനി അതുപോലെ തന്നെയാണ് ഇതേ ഡോക്യുമെൻറ്റ്സ് തന്നെയാണ് വർക്ക് വിസയ്ക്കും വേണ്ടത്. ഇവിടെ ന്യൂസിലൻഡിൽ എയർപോർട്ടിൽ എത്തിയിട്ടുള്ള അത് തൊട്ടുള്ള എല്ലാ പിക്സും, നിങ്ങൾ മാളിൽ പോയിക്കോട്ടെ സൂപ്പർ മാർക്കറ്റിൽ പോയിക്കോട്ടെ, എല്ലാ പിക്സും അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ റൂം ബുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ബില്ല് എല്ലാതും അതിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ആവശ്യമുള്ളൂ. പിന്നെ ഈ റെൻറ്റ്, ഇപ്പോൾ ഏതെങ്കിലും കറണ്ട് ബില്ലോ ന്യൂസിലൻഡിൽ എത്തിക്കഴിഞ്ഞാൽ കറണ്ട് ബില്ലോ എന്തെങ്കിലും വൈഫിൻ്റെ പാർട്ട്ണറിൻ്റെ പേരിലാക്കി അവർ കൊടുക്കുന്ന രീതിയിലാക്കി കഴിഞ്ഞാൽ അതും ഒരു പ്രൂഫായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്നുള്ളത് ഇതിൽ കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കാം. അപ്പോൾ ഓക്കെ, ബൈ.